നമസ്കാരം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടൊരു ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനതാ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതിൽ ചേർത്ത് കൊടുക്കണം. 1 പിടി നാളികേരം നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ കല്ലുപ്പായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മാവ് കുഴച്ചെടുക്കുമ്പോൾ മാവ് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളെ ചക്ക പലഹാരം റെഡി ആയിട്ടുണ്ട്. മുഴുവനായിട്ടും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് പുരട്ടി ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചക്ക പലഹാരം നമുക്ക് രാവിലെ കഴിക്കാനും നമുക്ക് രാത്രി കഴിക്കാനൊക്കെ നല്ലൊരു പലഹാരമാണ്. നമുക്കിതിലേക്ക് കറി കൂട്ടി കഴിക്കാനും കടലക്കറി മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണല്ലോ. അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്.